ഹലോ, നമ്മുടെ മഴ തോരും മുൻപേ സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ഒരു വിശേഷം നമുക്ക് കേട്ടാലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ അലീന അവിടെ നിന്ന് പോകില്ല എന്ന് തീർത്ത് തന്നെ നമ്മുടെ വൈജയന്തിയോട് പറയാണ്. അങ്ങനെ വൈജയന്തി ഉടനെ തന്നെ രാജീവിനെ വിളിച്ചു പറയുകയും രാജീവ് ഉടൻ തന്നെ പുറപ്പെടാനായിട്ട് കൈതക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടി പുറപ്പെടാനായിട്ട് നിന്ന സമയം നമ്മുടെ മനുശങ്കർ പറയും, അങ്കിള് പോണ്ട, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ പോയി ഒന്ന് സംസാരിച്ച് അവിടുത്തെ കാര്യങ്ങളുടെ ഗതികൾ എന്താണെന്നൊക്കെ ഒന്ന് അറിയട്ടെ. അപ്പം കമല പറഞ്ഞു, ഇവനെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല രാജീവ്, നീ പോയാലേ എന്തെങ്കിലും നടക്കുകയുള്ളൂ. അപ്പോൾ മനു പറയുന്നുണ്ട്, അമ്മ ഞാനൊന്ന് പറയട്ടെ, അവിടെ ചെന്ന് പ്രശ്നങ്ങൾ വഷളാക്കിയല്ല നയപരമായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞ അലീന പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ രാജീവ് ചോദിച്ചു, അപ്പം നീ പറഞ്ഞാൽ അവൾ പോകുമോ? ഞാൻ എൻ്റെ ഒരു കണക്കൂട്ടൽ അവൾ പോകും എന്നുള്ളതാണ്. എന്നാൽ ഒരു കാര്യം ചെയ്ത് നീ പോയിട്ട് വാ, എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയാം. അങ്ങനെ മനുശങ്കർ വരികയും ഇവിടെ വന്ന് തറവാട്ടിൽ വൈജയന്തിയായിട്ട് സംസാരിക്കുന്നുണ്ട്. മക്കളെല്ലാവരും മനുവിനോട് സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും അലീന അവിടെ നിന്ന് പോയാൽ മാത്രമേ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം ഒതുങ്ങി തീരത്തുള്ളൂ എന്ന് അവരെല്ലാവരും പറയാണ്. പക്ഷേ എന്നിട്ട് മനു ആ മുത്തശ്ശിയെ പോയി കാണുന്നുണ്ട്. അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട്, മുത്തശ്ശിയും കൃഷ്ണമോളും എപ്പോഴും അലീനയുടെ പക്ഷത്ത് നിന്ന ആൾക്കാരാണ്. പക്ഷേ അവർ പോലും നമ്മുടെ അലീനയെ തള്ളിപ്പറയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അവൾക്ക് എന്തുകൊണ്ട് പോകാൻ പറയാം, അവൾ ബാഗ് എല്ലാം റെഡിയാക്കി എടുത്തു വെച്ചല്ലേ, അവൾക്ക് എന്താ പോയാൽ കുഴപ്പം എന്ന് വരെ മുത്തശ്ശിയും പറയാണ്. അപ്പം മനുവിന് കാര്യങ്ങൾ മനസ്സിലായി. അലീന ഇവിടെ നിന്നാൽ അലീനയുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ല, അങ്കിള് മാത്രമാണ് അലീനയെ പിടിച്ച് നിർത്തുന്നത്. അത് ആരെയും തോൽപ്പിക്കാനുള്ള മട്ടിൽ അങ്കിൾ അലീനേനെ ഒരു കരുവാക്കുകയാണ് എന്നുള്ളത് മനുവിന് ബോധ്യമായി. അത് കഴിഞ്ഞ് മനു നേരെ അങ്കിളിനെ കാണാൻ പോവാണ്, ബാലചന്ദ്രനെ. അങ്ങനെ ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കുന്നിടയിൽ ബാലചന്ദ്രൻ പറയുന്ന വാക്കുകൾ മനുവിന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മനസ്സിലാവുന്നതുമില്ല എന്തൊക്കെയാണ് അങ്കിള് ആൻറ്റിയോട് കാണിക്കുന്ന ഭയങ്കരമായ ഒരു ദേഷ്യവും വിദ്വേഷവുമാണ് അങ്കിളിൻ്റെ വാക്കുകളിൽ കൂടുതലും കാണുന്നത്. പക്ഷേ അങ്കിൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കും ഒരു കുഞ്ഞിനെ വേണമെങ്കിൽ വിവാഹത്തിന് മുന്നേ ജനിപ്പിക്കാമായിരുന്നു, എന്നെ വഞ്ചിച്ചു, എന്നെ പറ്റിച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ബാലേന്ദ്രൻ പറയുന്നത്. ഒരിക്കലും അലീനയെ ഞാൻ ഇവിടെ നിന്ന് വിട്ടുകൊടുക്കില്ല, എൻ്റെ തുറുപ്പാണ് അവൾ, എനിക്ക് അവളെ മുൻനിർത്തി വെട്ടാനുള്ളതാണ്, എന്ന് വെച്ചാൽ അവർക്കെതിരെ പണിയാനുള്ള ഒരു ആയുധമാണ് എന്ന രീതിയിലൊക്കെയാണ് മനുവിനോട് ബാലചന്ദ്രൻ പറയുന്നത്. ഞാൻ തീർത്ത് കളയും, ആരും ഇവിടെ അവളെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കില്ല, അഥവാ അവളെ ഇവിടെ നിറക്കി വിട്ട് അതിൻ്റെ ഫലം ഇവിടെ ഉള്ളവരെ അറിയാൻ പോകുന്നതേ ഉള്ളൂ, പ്രത്യേകിച്ച് വൈജയന്തി എന്നുള്ള രീതിയിലൊക്കെയാണ് ബാലചന്ദ്രൻ പറയുന്നത്. മനു പറഞ്ഞു, അങ്കിളെ, നമ്മൾ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നതിനെക്കാട്ടിലും ഒരു കുടുംബം, ഭാര്യ, മക്കൾ, അതൊക്കെ നമ്മൾ നോക്കണ്ടേ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തു ഭാര്യ, മക്കൾ, എന്ത് കുടുംബം മനു എന്നൊക്കെ പറഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് തളർന്ന ഒരു മനുഷ്യനെ പോലെയാണ് ബാലചന്ദ്രൻ മനുവിനോട് സംസാരിച്ചത്. ഇതെല്ലാം കഴിഞ്ഞ് മനു നേരെ അലീനയുടെ അടുത്ത് വരുന്നുണ്ട്. അലീന ഇന്ന് വരെ ആ ഒരു രീതിയിൽ ഇരിക്കുന്ന ആ ഒരു കോലത്തിൽ മനു കണ്ടിട്ടേയില്ല. തകർന്ന് നെഞ്ച് പൊട്ടി വിങ്ങിക്കരയുന്ന ഒരു അലീനയാണ് മനു അവിടെ കാണുന്നത്. അപ്പോൾ മനു പറഞ്ഞു, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നിനക്ക് നല്ലൊരു ജോലി, അതായത് നിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ചിട്ട് ഇതുപോലെയുള്ള പണിക്കൊന്നും നീ പോകണ്ട ലീന, നിനക്ക് നല്ലൊരു ജോലി ഞാൻ എറണാകുളത്ത് റെഡിയാക്കിയിട്ടുണ്ട്, നമുക്ക് പോവാം, ഞാൻ നിന്നെ കൊണ്ട് അവിടെ ആക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന തൊഴുതുകൊണ്ട് പറയണേ, എന്നോടൊന്നും ചോദിക്കല്ലേ മനുവേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ എന്തായാലും ഈ വീട് വിട്ട് വരില്ല, തീർത്ത് കണിശം അലീന പറയാണ്. അതെന്തുകൊണ്ട് ഇത്രയും നിർബന്ധം പിടിക്കുന്നു എന്നുള്ളത് മനുവിന് മനസ്സിലാവില്ല. നീ ആരെയാണ് ഭയക്കുന്നത്, അങ്കിളിനെയാണോ? നീ എൻ്റെ കൂടെ പോരും, ഞാൻ നിന്നെ സേഫായിട്ട് കൊണ്ട് അവിടെ ആക്കിക്കോളാം അലീന, ഇവിടെ എന്തിനാണ് ഈ മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കേട്ട് നീ ഈ കിടക്കുന്നത് എന്നൊക്കെ മനുശങ്കർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും എന്നോടൊന്നും ചോദിക്കണ്ട മനുവേട്ട, എന്നോടൊന്നും പറയരുത്, എന്തായാലും ഞാൻ ഈ വീട് വിട്ട് ഞാൻ വരില്ല, തീർത്ത് പറയുന്നുണ്ട് അലീന. അപ്പം മനു പറഞ്ഞു, ശരി, എന്തൊക്കെയാണെങ്കിലും ശരി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഒരു കെയർ ടേക്കർ എന്ന രീതിയിൽ നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു, എനിക്ക് ഒരു പരിധിയുണ്ട്, ഒരു പട്ടിയോ പൂച്ചയൊന്നും അല്ല, ഒരു മനുഷ്യ സ്ത്രീയാണ് നീ, ഒരു ചാക്കിലാക്കി നിന്നെ കൊണ്ടുപോകാനുള്ള പ്രായമൊന്നും അല്ല നീ. അപ്പോൾ അത് ഓർത്ത് മനസ്സിലാക്കി, എനിക്ക് പറ്റാവുന്ന കാര്യം ഞാൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ നിനക്കത് ബോധ്യമാവുന്നില്ല, ഇനി നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞ് മനു അവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ അലീനയുടെ അടുത്ത് നിന്ന് മനു പുറത്തു വന്നപ്പോൾ വൈജ ചോദിച്ചു, നീ പോയിട്ട് അവൾ എന്ത് പറഞ്ഞു? അപ്പോൾ
അപ്പോൾ മനു പറഞ്ഞു അവൾ പോകുന്നില്ല എന്നാണ് പറയണത് ആൻറ്റി എന്ന്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീയല്ലേ അവളുടെ കെയർ ടേക്കർ, നീ ഇവിടെ നിന്ന് കൊണ്ടുപോക്കോ, നീയല്ലേ അവളെ കൊണ്ടുവന്നത്. അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ്റെ വാക്കുകൾക്ക് വില കൊടുത്ത് ചെറുമോൻ കൊണ്ടുവന്ന് ആക്കിയിരിക്കുന്നു. നീ അച്ഛൻ മരിച്ച ശേഷം ഈ കാര്യങ്ങളൊന്നും പറയാണ്ടിരുന്നുവെങ്കിൽ ഇവളെ അവിടെ പോയി കളിക്കൂട്ടത്ത് പോയി കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നു. നീ തന്നെ അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം, മനു നീയാ കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞ് ബൈജ കിടന്ന് ചാടാണ്. അല്ലെങ്കിൽ നീ അവളെ കെട്ടിക്കോളാന്നല്ലേ പറഞ്ഞത്, നീ കെട്ടി എന്ന് കൊണ്ടുപോക്കോ എന്നുള്ള രീതിയിലും വൈജ കിടന്ന് പറയാണ്. ഇതിനെല്ലാം മറുപടി കൊടുത്തിട്ട് മനു അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. കൈതൊക്കെ വീട്ടിലോട്ട് തിരിച്ച് പോവാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ കനകയും നമ്മുടെ രാജീവും കാത്തിരിക്കുകയാണ് മനു വരുമ്പോൾ എന്താകും, അലീനേനെ ഇറക്കി വിട്ടോ എന്നുള്ളത്. അപ്പോൾ മനു വന്നിട്ട് പറയുന്നുണ്ട്, അങ്കിളെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, അവിടെ ഒരു രക്ഷയില്ല, ആൻറ്റി ഒരു പക്ഷത്ത് അങ്കിൾ വേറൊരു പക്ഷത്ത്, അലീന തീർത്തും പോവില്ല എന്ന്. എനിക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാവരുടെ അടുത്തും ഞാൻ സംസാരിച്ച് നോക്കി, പക്ഷേ അലീന എന്ത് ചെയ്താൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്ന് തീർത്ത് പറയുന്നു. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്കിൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാൻ പറഞ്ഞിട്ട് മനു റൂമിലോട്ട് കയറി പോവാണ്. ഉടൻ തന്നെ നമ്മുടെ രാജീവ് പറയണം, അത്രയ്ക്ക് അഹങ്കാരമായോ അവൾക്ക്, ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന്. അപ്പോൾ കമല പറഞ്ഞ് എരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, നീ ഒന്നും നോക്കണ്ട രാജീവേ, അവളാ നേരെ കഴുത്തിന് പിടിച്ച് ഗേറ്റിൻ്റെ വെളിയിൽ വലിച്ചെറിഞ്ഞേക്കാൻ പറഞ്ഞു, അവളെ ബാഗും സാധനങ്ങളും എല്ലാം. അത് കേട്ട് രാജീവ് ശരി കമലയിടത്തി ഞാൻ പോവാന്ന് പറഞ്ഞ് ഇറങ്ങണതും നമ്മുടെ ഹരിശങ്കറും കൂടെ പോവാണ്. അങ്കിളെ ഞാനും കൂടെ വരുന്നുണ്ടെന്ന്. അപ്പം രാജീവ് ചോദിക്കണം, നീ എന്തിനാ, ഞാനും കൂടെ വരാം അങ്കിളേന്ന് പറഞ്ഞ് ഹരിയും കൂടെ പോകണം. അങ്ങനെ രാജീവും ഹരിശങ്കറും കൂടെ നേരെ ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അവിടെ ചെല്ലണതും നമ്മുടെ വൈജയും പിള്ളേരെല്ലാവരും കൂടെ പറയുന്നുണ്ട്, അവൾ എന്ത് ചെയ്താൽ പോവില്ല. അപ്പോൾ ഹരിശങ്കർ പറയുന്നുണ്ട്, ആൻറ്റി അവളെ കഴുത്തിന് പിടിച്ച് പുറത്തങ്ങ് തള്ളിയേ പറ്റില്ല. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അങ്ങനെയൊന്നും എറിയാൻ പറ്റില്ല ഹരിയേട്ട, കാരണം അവൾ വാ തുറന്ന് വലിച്ച് കീറി കരയില്ല, അപ്പോൾ അച്ഛൻ കേൾക്കും. അപ്പോൾ ഹരി പറഞ്ഞു, അവൻ വാ പൊത്തി പിടിച്ചിരുന്നാൽ പോരെ, എന്തായാലും വാ, നമുക്ക് എവളെ പിടിച്ച് വെളിയിലാക്കാണ്ട് ഒരു രക്ഷയില്ല, പണ്ടേ എവളെ ഞാൻ വെളിയിലാക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ഹരി കിടന്ന് തിളക്കിന്. ഹരിക്കല്ലെങ്കിലും നമ്മുടെ അലീനേനെ കണ്ടുകൂടല്ലോ, അവനെങ്ങനെ എവളെ പുറത്താക്കണം, കാരണം എവൾ ഈ കുടുംബത്തിൽ നിൽക്കുന്നിടത്തോളം കാലം ഹരിക്കും രോഹിത്തിന് എന്തായാലും ഒരു പേരുദോഷമുണ്ട്. അപ്പോൾ അതും കൂടെ കണക്കാക്കിയാണ് ഹരി ഈ ഒരു കേസിൽ ഇങ്ങോട്ട് ചാടി പുറപ്പെട്ടെങ്കിൽ പോകുന്നത്. അങ്ങനെ അവിടെ ചെന്നു. എന്നിട്ട് വൈജ ചോദിക്കുന്നുണ്ട് അലീനയുടെ അടുത്ത്, ഞാൻ ഒരിക്കൽ കൂടെ നിന്നോട് ചോദിക്കുകയാണ്, നീ ഈ വീട് വിട്ട് ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ. ഇല്ല മാഡം, ഞാൻ പോവില്ല, എന്നെ ഇറക്കി വിടരുത്, ഞാൻ പോവത്തില്ല എന്ന് തീർത്തങ്ങ് പറയണം. അപ്പോൾ നമ്മുടെ രാജീവ് പറയുന്നുണ്ട്, അത്രയ്ക്ക് അഹങ്കാരം നിനക്ക് ആയോടിയെന്ന് പറഞ്ഞിട്ട് രാജീവും പിന്നെ നമ്മുടെ ഹരിശങ്കറും രാജീവും അവരൊക്കെ ചേർന്നിട്ട് നമ്മുടെ അലീനയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ബബിത ആ സമയം വാ പൊത്തിപ്പിടിച്ചു. അങ്ങനെ വൈജയും ഹരിശങ്കറും കൂടെ കയ്യിൽ പിടിച്ച് വലിച്ച് അലീനയെ കൊണ്ടുകൊണ്ട് ബബിത വാ പൊത്തി പിടിച്ചൊക്കെയാണ് അലീനയുടെ. അപ്പോൾ ഇതൊന്നും ബാലേന്ദ്രൻ അറിയുന്നില്ല. പക്ഷേ കൃഷ്ണമോള് ഈ ഒരു സ്ഥലത്തൊന്നും പോകുന്നില്ല. കാരണം ഇത്രയും നാളും നമുക്ക് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട്, കുടുംബം നോക്കി നമുക്ക് വെച്ച് വിളമ്പി തന്ന് ഒരു മനസ്സുകൊണ്ട് ഒരുപാട് സ്വന്തം ചേച്ചിയെ പോലെ സ്നേഹിച്ചൊരു കുട്ടിയാണ്. പക്ഷേ തൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കുടുംബ ജീവിതം തകരും എന്നുള്ളൊരവസ്ഥ കണ്ടപ്പോൾ അലീന മോക്ക് പോലും ഒരു ഭയം തോന്നി. അവിടെ അലീന ഇതിലൊന്നും പെടാണ്ട് ആ ഹോളിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അവർ അലീനേനെ വലിച്ച് ഇഴച്ച് കൊണ്ടുപോകും പോലെ കൊണ്ടുപോയി അവർ ആ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടെത്തിച്ചിട്ട് അവിടെ നിന്ന് പുറത്തോട്ടും അങ്ങ് എടുത്ത് തള്ളി വിടുകയാണ്. അലീന ചെന്ന് റോഡിലോട്ട് വീഴുകയാണ്. അപ്പോൾ ഇത് കണ്ട് 2-3 വഴിയാത്രക്കാരൊക്കെ ഇതെന്താണ്, ഒരു പെൺകുട്ടിയല്ലേ. അപ്പോൾ അവർ ആരൊക്കെ ചോദിക്കുന്നുണ്ട് വഴിയാത്രക്കാർ, ഇതെന്താണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, അവളിവിടെ വേലക്കാരിയായിട്ട് വന്നിട്ട് വീട്ടുകാരിയായിട്ട് സ്ഥാപിക്കാൻ നോക്കണു, അവൾ ഇവിടെ ഉള്ളവരുടെ ചോര ഊറ്റി കുടിക്കേണ്ട ഒരു രക്ഷയാണെന്നും പറഞ്ഞ് വൈജയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹരിശങ്കർ അലീനയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവളെ പണ്ടേ വലിച്ച് ഇതുപോലെ അങ്ങോട്ട് കളഞ്ഞാൽ മതിയെന്ന്, ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കണം, അവൾ വീട്ടിൽ വന്ന് കയറിയിട്ട് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഹരി വലിയ പെർഫോമൻസ് കാണിക്കണം. അപ്പോഴേക്ക് അലീന അവിടെ നിന്ന് ആ വീടിനടുത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അവൻ്റെ മുഖം നോക്കി ഒറ്റ ഒരു കീറം കൊടുക്കുകയാണ് ഹരിശങ്കറിൻ്റെ. എന്നിട്ട് പറഞ്ഞു, നിനക്ക് പണ്ടേ ഞാൻ തരാൻ വേണ്ടി ഇത് ഓങ്ങിയതാണ്, എന്തായാലും ഞാൻ ഇവിടെ നിറങ്ങുന്നുണ്ട്, അപ്പോൾ നിനക്കിതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ ആകെ അങ്ങ് ഹരി ഒരിതാവണം, എല്ലാം
എല്ലാവരും മുമ്പിലും വെച്ചല്ലേ ഒരു വേലക്കാരിയായിട്ടുള്ള അവൾ അടിക്കണത്. അവൾ ഒരു അടി കൊടുത്തിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് വൈജ പറയുന്നുണ്ട് അവളെ ബാഗും കൂടെ രാജീവ് എടുത്ത് പുറത്തിട്ട് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ബാഗും കൂടെ പുറത്തിടുമ്പോൾ അവൾ അതെല്ലാം എടുത്തിട്ട് കരഞ്ഞുകൊണ്ട് പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവാണ് മാഡം, പക്ഷേ എന്തെങ്കിലും ഒരു കാലത്ത് മാഡം എന്നെ ഓർത്ത് കരയുന്ന ഒരു ദിവസം വരും. ആ ദിവസം മാഡത്തിന് എന്നെ കാണണമെന്ന് തോന്നിയാൽ മാഡം എവിടെയാണെങ്കിലും ഞാൻ എവിടെയാണെങ്കിലും മാഡം എൻ്റെ അടുത്ത് എന്നെ തേടി വരണം. അപ്പോൾ പറയുന്നത് ഞാൻ നിൻ്റെ അടുത്ത് നീ അധികം ചലയ്ക്കാണ്ട് ഇറങ്ങിപ്പോടി ഈ വീട്ടിൽ നിന്ന് വൈജ പറഞ്ഞുകൊണ്ട് അവൾ ആട്ടുകയാണ്. അങ്ങനെ അലീന കരഞ്ഞ് ഏങ്ങി അവിടെ നിന്ന് ആ ബാഗ് എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഈ സമയം അവിടെ ബെല്ലടിക്കുകയാണ്. ആരാ? നമ്മുടെ ബാലചന്ദ്രൻ അലീനേനെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് റൂമിൽ ബെല്ലടിക്കുകയാണ്. ആ സമയം നമ്മളെ കൃഷ്ണമോളാണ് ഹോളിൽ നിൽക്കുന്നത്. അപ്പോൾ 2-3 ബെല്ലായപ്പോൾ കൃഷ്ണമോൾ മേലിലോട്ട് കയറി ചെന്നു ബാലചന്ദ്രൻ്റെ അടുത്ത്. എന്താ അച്ഛാ വിളിക്കണേന്ന് ചോദിക്കുമ്പം അലീന എന്തേ ഞാൻ ബെല്ലടിച്ചിട്ട് അവൾ വരാത്തന്നെ അത് എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോൾ കിടന്ന് ഉരുളാണ് കേട്ടോ. നിന്നോടല്ലേ ചോദിച്ചാ കൃഷ്ണമോളെ അലീന എന്തേ? അത് അലീന ചേച്ചി പോയി. എങ്ങോട്ട് പോയി? അത് ഇവിടെ നിന്ന് പോയി അച്ഛാന്ന് പറയുന്നുണ്ട്. പോയോ? ആരെ പറഞ്ഞിട്ടോ അവളെ? അപ്പോൾ പിന്നെ അവസാനം ബാലചന്ദ്രൻ്റെ ചോദ്യത്തിന് മുന്നിൽ കൃഷ്ണമോൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടി തന്നെ വരികയാണ്. ഇന്നതുപോലെ ഹരിയേട്ടനും രാജീവങ്ങളും വന്ന് വലിച്ചെടുത്ത് റോഡിലോട്ട് കൊണ്ടാക്കി അങ്ങനെ കാര്യങ്ങളൊക്കെ പറയണേ. ആ സമയം തന്നെ എന്നിട്ട് കൃഷ്ണമോൾ പതുക്കെ ഇറങ്ങി പോവാണ്. ബാലചന്ദ്രൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് അലീന ഇറങ്ങിയാൽ ആ നിമിഷം താൻ ഈ വീട് വിട്ട് ഇറങ്ങുമെന്നുള്ളത് ബാലചന്ദ്രൻ മനസ്സിൽ കുറിച്ചിട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബാലചന്ദ്രൻ ചെയ്യുകയാണ്. അതായത് ബാഗ് എടുത്ത് കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് മേളിൽ നിന്ന് ഇറങ്ങി വരണം. അപ്പം നമ്മൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇത് എങ്ങോട്ടാണ് പോകണം? അച്ഛൻ എന്ത് ബാഗായിട്ട് എങ്ങോട്ടാണ് പോകണേ? അപ്പോൾ കൈ വിടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൃഷ്ണമോൾ കൈ കയറി പിടിച്ചു അച്ഛൻ്റെ പോലെന്നും പറഞ്ഞ്. കാരണം അവരൊക്കെ അങ്ങ് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയല്ലേ. അപ്പോഴേക്കും കൃഷ്ണമോളെ കൈ തട്ടി മാറ്റിയിട്ട് ബാലേന്ദ്രൻ നേരെ കാറെടുത്ത് കാറിൽ ആ ബാഗ് എടുത്തിട്ടിട്ട് കാറ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും രാജീവ് അവരും എല്ലാവരും ഓടി വരികയാണ്. കാരണം ബാലേന്ദ്രൻ കാറെടുത്ത് പോകുന്ന അവർ കണ്ടു. അവർ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ കൃഷ്ണമോളും വിളിക്കുന്നുണ്ട് അച്ഛൻ പോവാന്നും പറഞ്ഞ് അവരുടെ അടുത്ത് വിളിച്ചു പറയുകയാണ്. അങ്ങനെ ആ ടൈമിൽ രാജീവ് വന്ന് കാറ് തടയാൻ വേണ്ടി നിൽക്കുന്നതും നമ്മുടെ രോഹിത്ത് രാജീവിനെ പിടിച്ച് മാറ്റുകയാണ്. കാരണം വണ്ടി നടുക്ക് വന്ന് തടഞ്ഞു നിന്ന് ഇനി വല്ല അപകടം വരില്ലേ. അങ്ങനെ ബാലേന്ദ്രൻ അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് ബാലേന്ദ്രൻ ആ ഗേറ്റ് കടന്ന് പോണതും വൈജയൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ അവർ അലീനേനെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ബാലചന്ദ്രൻ ചൊൽപ്പടിക്ക് നിന്നോളും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് കൊലകൊമ്പൻ ആങ്ങളേനെയും ഒക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഈ ഒരു പെർഫോമൻസ് ഇവിടെ കാണിച്ചത്. പക്ഷേ അത് ആ 8ൻ്റെ പണിയല്ലേ വൈജയ്ക്ക് കിട്ടിയത്. സ്വന്തം ഭർത്താവും കൂടെ അതിൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയി. പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? ആർക്ക് വേണ്ടി ചെയ്തത്? വൈജയ്ക്ക് അധികാരം തിരിച്ചെടുക്കാൻ വേണ്ടി ചെയ്തതോ? ഒരു പിടുത്തവും ഇല്ല. അവരെല്ലാവരും മൂത്തോട് നോക്കി അന്തം വിട്ട് ഇങ്ങനെ മിഴിച്ച് നിൽക്കുകയാണ്. ആ സമയം ബാലേന്ദ്രൻ റോഡിലോട്ട് ഇറങ്ങുകയും നമ്മുടെ അലീനയുടെ ഫോണിലോട്ട് വിളിക്കുകയാണ്. ഫോണിൽ വിളിച്ചിട്ട് നീ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇന്നടത്താണ്. അപ്പം നോക്കുമ്പോൾ റോഡിൽ കൂടെ കരഞ്ഞ് പോവാണ്. അങ്ങനെ നമ്മുടെ അലീനേനെയും കൂട്ടി കാറിൽ കയറ്റി ബാലേന്ദ്രൻ അവിടെ നിന്ന് പോവാണ്. എന്തായാലും നല്ല 8ൻ്റെ ട്വിസ്റ്റ് പണിയാണ് വൈജയ്ക്ക് കിട്ടിയിരിക്കുന്നത്. കാര്യം ബാലേന്ദ്രൻ അങ്ങനെ അവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കേണ്ട കാര്യമുണ്ടോ? സ്വന്തം ജീവിതത്തിൽ ഇത്രയേറെ പ്രതിസന്ധികൾ നേരിട്ട് ഇത്രയും തരണം ചെയ്ത ആ മനുഷ്യന് ആ ഒരു കുടുംബം മൊത്തം ശിക്ഷിച്ച് ഒരു രീതിയിലാക്കിയിട്ട് ആ മനുഷ്യൻ ഇനിയും ഇത് അടിമയായിട്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. സ്വന്തം മകളെയാണ് അടിച്ചിറക്കി വിട്ടു എന്നുള്ളത് പോലും ആ അമ്മ അറിയണില്ല. അപ്പം എന്തായാലും അലീനേനെ അങ്ങനെ വഴി റോഡിൽ ഇറക്കി വിടാൻ പറ്റില്ല ബാലചന്ദ്രന്. ആ കുടുംബത്തുള്ള ഒരു പെൺകുട്ടിയാണിത്. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ അവളെ കാറി കയറ്റി കൊണ്ടുപോവാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇനി വരുന്ന ദിവസങ്ങളിൽ വരുന്ന ഒരു ഇൻട്രോ മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. വളരെ വൺ ട്വിസ്റ്റാണ്. നല്ലൊരു സ്റ്റോറി സീനുകളൊക്കെയാണ് നമ്മുടെ ഇനി വരുന്ന ദിവസങ്ങളിൽ മഴതോറും മുമ്പ് വരുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ഇൻട്രോ പ്രൊമോ കേൾക്കുക കേട്ടോ. വളരെ അടിപൊളി ട്വിസ്റ്റുകളാണ്. അതാത് ദിവസങ്ങളിലെ പ്രൊമോ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. ഇതുവരെ നമ്മുടെ ചാനലായ സുമി മുവാസ് ടേസ്റ്റി കിച്ചൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിലേ നിങ്ങളൊന്ന് ലൈക്കും ഹൈപ്പൊക്കെ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഏത് രീതിയിൽ പറയണം, മനസ്സിലാവുന്നില്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും കൂടെ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.